ഇത് ഉത്തരേന്ത്യയിലല്ല. അവിടെ തൊഗാടി അത് പറഞ്ഞു, ഇവിടെ ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ കേരളത്തിലാണ്. കേരളത്തിൽ ഇത്ര വിഭാഗീയമായും വർഗീയമായും കാര്യങ്ങൾ പറയാൻ പറ്റുമോ? അത് ഏത് സമുദായ നേതാവാണ്? പണ്ട് പറഞ്ഞവരൊന്നും ഇപ്പോൾ ചിത്രത്തിലില്ല. പച്ചവർഗീയത പറഞ്ഞവരൊക്കെ അവർ കാല യവനികൾക്കുള്ളിൽ പോയിട്ടുണ്ട്. കേരളത്തിൽ വിലപ്പോയിട്ടില്ല. ഇപ്പോൾ ചിലർ വിചാരിക്കും ഇപ്പോൾ പറഞ്ഞാൽ മരിക്കും, ഇപ്പം അതിൻ്റെ ഒരു കാലമാണ്. വെറുതെയാണ്. ഞാൻ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞിരുന്നില്ലേ, അന്ന് നിലമ്പൂർ വന്ന് ഇതേമാതിരി ഒരു പ്രസംഗം ചെയ്തു. പക്ഷേ അത് ബി ജെ പിക്ക് വേണ്ടിയായിരുന്നെങ്കിൽ അവിടെ കെട്ടിവെച്ച കാശ് ബി ജെ പിക്ക് അവിടുത്തെ ജനങ്ങൾ കൊടുത്തോ? അവിടെ എന്താ എല്ലാ സമുദായങ്ങളും ഇല്ലേറ്റാണോ? ബന്ധപ്പെട്ട സമുദായങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഈ ആഹ്വാനം ആരെങ്കിലും കേട്ടോ? കെട്ടിവെച്ച കാശ് കിട്ടിയില്ല. ഞാൻ പറയേണ്ടത് സർക്കാർ എന്ത് ചെയ്യണം, സർക്കാർ തീരുമാനിക്കട്ടെ. ഇത്തരം വർഗീയ പ്രസംഗങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം ഗുരുതരമാണ്. ആ പച്ചക്ക് വർഗീയത ഏത് സമുദായ വക്താവ് പറഞ്ഞാലും അത് ഗൗരവമുള്ള വിഷയമാണ്. അത് പാടില്ലാത്തതാണ്. അത് സർക്കാർ ഇതിന് മറുപടി പറയേണ്ടത് ഗവൺമെന്റാണ്. ഇതുപോലെ ഒരു വാക്ക് മുസ്ലിം ലീഗിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഓനൊരു നിമിഷം ലീഗിലുണ്ടാവില്ല. സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്ന് പറയുമ്പോൾ അത് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, ഇതിനകത്ത് ഉണ്ടാക്കുന്ന ഒരു ധ്രുവീകരണവുമായി ബന്ധപ്പെട്ട സർക്കാരിന് രണ്ട്, സർക്കാരിനെ രക്ഷിക്കാനോ സർക്കാരിനെ ഫേവർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു വാദം? അതിപ്പോൾ എനിക്ക് പറയാൻ പറ്റുമോ? ഇത് ഈ സംസ്ഥാനത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെങ്ങനെ നോക്കി നടത്തുന്നു? CPM ഇത് വോട്ട് നഷ്ടപ്പെടും എന്ന പേടിയാണോ? BJPക്ക് ഇതുകൊണ്ട് വോട്ട് കിട്ടും എന്ന പ്രതീക്ഷയാണോ? ഇതൊക്കെ ഇനി ഇന്നു മുതൽ ചർച്ച ചെയ്യപ്പെടും. കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടും. പക്ഷെ എന്തിൻ്റെ പേരിലായാലും കേരളത്തിൽ ഇത്തരം പ്രസംഗങ്ങൾ ആര് നടത്തിയാലും അത് സമൂഹത്തെ വല്ലാതെ ബാധിക്കും. വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. ഇതിന് മറുപടി പറയേണ്ടത് ഗവൺമെൻറ്റാണ്.